ചിലപ്പോ ഈ മനുഷ്യർ ദൈവത്തെ സൃഷ്ടിച്ചതാണോ അല്ലെങ്കിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചാണോ? നമ്മൾ ഈ കോഴിയാണോ കോഴി മുട്ടയാണോ ആദ്യം ഉണ്ടായേ എന്ന് ചോദിക്കുന്ന പോലത്തെ ഒരു ചോദ്യമാണ്. എന്നാലും ശില്പയുടെ ഉത്തരം എന്താണ്? ഞാൻ വിശ്വസിക്കുന്നത് മനുഷ്യരാണ് ദൈവങ്ങൾക്ക് പേരിട്ടതും അതല്ലെങ്കിൽ അതിനെ ഒരു എന്താ പറയാ ഒരു മനുഷ്യരൂപത്തിലേക്ക് ആക്കിയത് മനുഷ്യരാണ്. ദൈവം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചൊരു പ്രതീക്ഷയാണ്. ഞാൻ ദൈവത്തെ കാണുന്നത് ഒരു പോയിന്റ് ഓഫ് ഹോപ്പ്. ആ രീതിയിലാണ് ഞാൻ ദൈവത്തെ കാണുന്നത്. പക്ഷെ എല്ലാവരും അതുപോലെ അല്ലല്ലോ, കാണണമെന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഇപ്പൊ ശില്പ പറഞ്ഞ അതേ വാദത്തോട് ഞാൻ യോജിക്കുന്നു. അതായത് മനുഷ്യൻ സൃഷ്ടിച്ച ഒരു കൺസെപ്റ്റാണ് ദൈവം, ഒരു സങ്കല്പമാണ് ദൈവം. പക്ഷെ അത് ആളുകൾ ഒരു എന്താ പറയാ ഒരു ഭയപ്പെടുത്താനുള്ള ഒരു ഉപാധിയായിട്ടാണ് ദൈവം എന്ന സങ്കല്പത്തെ കാണുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ത് ചെയ്യുകയാണെങ്കിലും മുകളിൽ ഒരാൾ ഇരുന്നത് കാണുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെയുള്ള ഫലം നിനക്ക് കിട്ടും, അത് ദൈവം നിനക്ക് തരും. ഇതെങ്ങനെ നമ്മൾ നല്ല ചെയ്താലും മോശം ചെയ്താലും എന്ത് ചെയ്താലും നമുക്ക് ഇങ്ങനെ പേടിയാവാം. നമ്മൾ എന്ത് ചെയ്യാൻ ഒരുങ്ങുമ്പോഴും അല്ലെങ്കിൽ ഇനിയിപ്പോ ഒരു എന്താ ആരോടെങ്കിലും എന്ത് സംസാരിക്കാൻ പോണം, ഞാൻ അങ്ങനെ പറഞ്ഞ് ദൈവം ശിക്ഷിക്കും എന്നെ, അല്ലെങ്കിൽ ദൈവം എന്നെ അങ്ങനെ ചെയ്യും. നമുക്ക് ദൈവം എന്ന് പറയുന്ന ഒരു പേടി സ്വപ്നമായി മാറുക. ആക്ച്വലി ഞാൻ അതിന്റെ മനസ്സിലാക്കുന്നത് എന്താണെന്നറിയോ, പണ്ട് കാലങ്ങളിൽ നമ്മള് എന്താ പറയാ എന്തെങ്കിലും കാര്യത്തിന് ഒരാളെ സ്റ്റോപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കാനോ അത് മനസ്സിലാക്കി ഉൾക്കൊള്ളുന്ന ആൾക്കാരോ ആയിരുന്നില്ല. അതുകൊണ്ട് അവിടെ സൃഷ്ടിക്കപ്പെട്ട ഒരു സംഭവമാണ് ദൈവം എന്ന് പറയുന്ന ഒരു കാര്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇപ്പൊ എല്ലാം മുകളിൽ അതൊരു കർമ്മയാണ് അവിടെ ദൈവമായി കാണുന്നതെന്നാണ്. നമ്മൾ എന്ത് ചെയ്താലും ദൈവം കണ്ട് ദൈവം നമ്മളെ ശിക്ഷിക്കും. അത് കർമ്മ ഇസ് എ ബൂമറാങ്. നമ്മൾ പറയാറുണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നമുക്ക് റിഫ്ലക്ട് ചെയ്യുമെന്ന് നമ്മൾ കാണാറുണ്ട്. സോ ഞാൻ കർമ്മയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ മേ ബി ദൈവത്തെ ആയിരിക്കാം, ദൈവം എന്ന് അവിടെ വിളിക്കപ്പെടുന്നത് കർമ്മയെ ആയിരിക്കാം. അതുപോലെ ഓരോ സന്ദർഭങ്ങളിൽ അത് ഓരോന്ന് പോലെയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഞാനൊരു ഇന്റർവ്യൂവിൽ വ്യാസൻ ചേട്ടനോട് ചോദിച്ചിട്ടുണ്ട്, ഈ കൃഷ്ണൻ പണ്ട് കാലത്ത് മഞ്ഞ കളർ ഡ്രസ്സ് ഇട്ടിട്ടാണ് നമ്മൾ കൃഷ്ണനെ കൂടുതലും കണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ ഞാൻ ചോദിച്ചു, അന്നത്തെ കാലത്ത് ഡ്രസ്സുണ്ടോ? ഈ ബ്രഹ്മാവാണെങ്കിലും സരസ്വതി ആണെങ്കിലും ശിവനെ നമുക്ക് മാറ്റിയിടുന്നത് അദ്ദേഹം പുലിത്തോലൊക്കെയാണ്. ബാക്കി എല്ലാ ദൈവങ്ങളെയും ഹൈന്ദവ വിശ്വാസ പ്രകാരമുള്ള എല്ലാ ദൈവങ്ങളെയും എടുത്ത് നോക്കിയാൽ എല്ലാവരും വെൽ ഡ്രസ്ഡ് ആണ്. ഇന്ന് ഭരതനാട്യത്തിനൊക്കെ ഇടുന്ന ഡ്രസ്സുകൾ അന്ന് അവർ ഉപയോഗിച്ചിരുന്നു എന്നാണ്. ദൈവങ്ങളുണ്ട് എന്ന് പറയുന്നവർ അപ്പോ എനിക്ക് പറഞ്ഞു തരുന്നത് ആ സമയത്ത് ഡൈ കണ്ടുപിടിച്ചിട്ടുണ്ടോ, എങ്ങനെയാണ് ഈ കളറുകൾ ഉണ്ടായത്? ആ ചോദ്യം ഞാൻ വ്യാസൻ ചേട്ടനോട് ചോദിച്ചു. അപ്പൊ വ്യാസൻ ചേട്ടൻ പറഞ്ഞു, എന്തിനാണ് അതിനെ ആ തലത്തിലേക്ക് ചിന്തിച്ചു പോകുന്നത്? അത് വളരെ എന്താ പറയാ ലോജിക്കൽ അല്ലാത്ത ചോദ്യങ്ങളാണത്. അദ്ദേഹം പറയുന്നത് കൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി തരുന്ന മെസ്സേജുകളെ എടുക്കുക. ഇപ്പൊ രാവണന് 10 തലയുണ്ടെന്ന് പറയുമ്പോൾ രാവണൻ 10 തലയുള്ള ഒരു മനുഷ്യനായിട്ട് അയാളത് കാണണ്ട, 10 സ്വഭാവങ്ങളുള്ള ഒരു വ്യക്തിയെയാണ് അത് ഡിപ്പിക്ട് ചെയ്യുന്നത്. ഒരാൾക്കുള്ളിൽ 10 തരത്തിലുള്ള സ്വഭാവങ്ങൾ ഉണ്ടാകാം. അപ്പൊ അതിന്റെ ഒരു മോറൽ സൈഡ് മാത്രമാണ് അവിടെ നിന്ന് പെർസ്യൂ ചെയ്യേണ്ടത്. അതെങ്ങനെയാണ് നമുക്ക് അതിന് സാധിക്കുക? കാരണം അതിപ്പോ അദ്ദേഹത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് എന്ന രീതിയിലല്ലേ നമുക്ക് അതിനെ കാണാൻ പറ്റുള്ളൂ. അതായത് കൃഷ്ണൻ എന്തുകൊണ്ട് മഞ്ഞ വസ്ത്രം ധരിച്ചു, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ഈ കൃഷ്ണൻ അല്ലെങ്കിൽ ഇപ്പൊ വേറെ ഏതെങ്കിലും, എനിക്ക് അങ്ങനെ ദൈവങ്ങളെ പേരുകളൊന്നും അറിയില്ല. അപ്പൊ അങ്ങനത്തെ കുറച്ച് ദൈവങ്ങളെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മഹാവിഷ്ണു, അവർക്കൊന്നും താടിയില്ല, ഇവരൊക്കെ എങ്ങനെ ക്ലീൻ ഷേവ് ചെയ്തേ? ഇതേ ചോദ്യം ഞാൻ ഈ ഡ്രസ്സിന്റെ കാര്യം ചോദിച്ചപ്പോ വ്യാസനേട്ടൻ എന്നോട് തിരിച്ചു ചോദിച്ച ചോദ്യമാണിത്. അന്നത്തെ കാലത്ത് ബാർബർ ഉണ്ടായിട്ടാണോ ശില്പേ ഇവരൊക്കെ ഷേവ് ചെയ്ത് നടന്നത്? അത് നീ ചോദിക്കില്ല. ലോജിക്കൽ ക്വസ്റ്റ്യൻ അല്ലേന്നാ എനിക്ക് ചോദിക്കാം. അല്ല, ലോജിക്കൽ ക്വസ്റ്റ്യൻ അല്ല എന്നുള്ളതല്ല. അദ്ദേഹത്തിന്റെ പെർസ്പെക്റ്റീവ്, നമ്മൾ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി അദ്ദേഹത്തിന്റെ പെർസ്പെക്റ്റീവ് നമ്മൾ കണ്ട് മനസ്സിലാക്കിയിട്ടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അദ്ദേഹം ഒരിക്കലും ദൈവം ഡ്രസ് ഇട്ട് നടക്കുന്നതിനെ കുറിച്ച് ഒന്നും ഇവിടെ ആരോടും സംസാരിച്ചിട്ടില്ല. സോ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിനോട് ഞാൻ ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യമാണോ എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. അദ്ദേഹം പറയുന്നത് അതിന്റെ ഒരു കാമ്പുകളെ എടുക്കുക, അല്ലെങ്കിൽ അവർ തരുന്ന മെസ്സേജുകളെ എടുക്കുക, അതല്ലാതെ അതിനെ കൃത്യമായി ഡ്രസ്സിനെയോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ രൂപത്തെയോ, കണ്ണന്റെ രൂപം അതാണെന്ന് ഇവിടെ ആരാണ് കണ്ണനെ കണ്ടിട്ടുള്ളത്? കണ്ണന്റെ രൂപം ആർക്കെങ്കിലും അറിയൂ? പരമശിവൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് നമ്മൾ കണ്ട ഫോട്ടോകളിലുള്ള പരമശിവന്റെ രൂപമാണ്. അതല്ലെങ്കിൽ ആ രൂപം ആരാണ് നേരിട്ട് കണ്ടിട്ടുള്ളത്? നേരിട്ടാരും കണ്ടിട്ടില്ല. ഏതോ ഒരു കലാകാരൻ വരച്ച ചിത്രത്തെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് അല്ലെ. അതേ നമ്മൾ എങ്ങനെയാണ് പിന്നെ എന്ത് മനസ്സിലാക്കിയിട്ടാണ് ഈ അമ്പലങ്ങളിൽ പോകുന്നത്? അമ്പലങ്ങൾ എന്ന് പറയുന്നത് ഒരു നമുക്ക് കോൺസെൻട്രേഷൻ, നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ആ കോൺസെൻട്രേഷൻ ലഭിക്കുന്ന ചില സ്ഥലങ്ങളായിട്ടാണ് ഈ അമ്പലങ്ങൾ ഇരിക്കുന്നത്. അത്രയാണ് പാടുള്ളൂ. അതെ, അതാണ് പറഞ്ഞത്. നമ്മൾ ഒരു കഥ കേൾക്കുമ്പോൾ നമ്മൾ തന്നെ
നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന അല്ലെങ്കിൽ ധരിപ്പിച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്, വിശ്വാസങ്ങളാണ്, ബിലീഫുകളാണ്. അതിനപ്പുറത്തേക്ക് അവിടെ സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടുള്ള ഒന്നും നമ്മൾ കാണരുത്. അത് നമ്മൾ അതിനെ എങ്ങനെ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ എനിക്കോ അനുപമയ്ക്കോ നമ്മൾ രണ്ടുപേരും കുറച്ചുകൂടി റാഷണലായി ചിന്തിക്കുന്ന, എന്നെക്കാൾ റാഷണലായി ചിന്തിക്കുന്ന ഒരാളാണ് അനുപമ. സോ അനുപമ അതിനെ എടുക്കുന്ന പോലെ ആയിരിക്കില്ല ഞാനത് എടുക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ രണ്ടുപേരും ചിന്താഗതിയല്ല മൂന്നാമതൊരാൾക്ക് ഉണ്ടാകാൻ പോകുന്നത്. ചിലപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഓക്കെ ദൈവമുണ്ട്, കണ്ണനെ പോയി കണ്ടു കഴിഞ്ഞാൽ കണ്ണൻ എനിക്ക് എന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. ആ വിശ്വാസം അവർക്ക് ഉണ്ടാവട്ടെ. അവര് പോയി കണ്ണനെ അത് അവരുടെ വിശ്വാസമാണ്, അവരുടെ ഒരു ഹോപ്പ് തന്നെയാണ് അത്. അവരത് ഹോപ്പാണെന്ന് സമ്മതിക്കില്ല, ഭക്തിയാണെന്ന് അവർ പറയുമെങ്കിലും അത് ഒരു ഹോപ്പാണ്. പക്ഷെ നമ്മുടെ മാനിഫെസ്റ്റേഷൻ പോലെ അതല്ലെങ്കിൽ നമ്മൾ പറയുന്ന നമ്മുടെ മെന്റൽ ചേഞ്ചുകളാണ് നമുക്ക് ആ കാര്യങ്ങൾ നടത്തി തരുന്നത്. നമ്മളത് അവരോട് പറഞ്ഞാൽ അവരത് അംഗീകരിക്കാൻ തയ്യാറാവില്ല. നോക്കൂ, ഞാനും അമ്പലങ്ങളിൽ പോവാറുള്ള ഒരു മനുഷ്യനായിരുന്നു. ഇപ്പൊ ഞാൻ പോയിട്ടത് 1-2 വർഷത്തിന് മുകളിലായി. വേറെ അങ്ങനെ വിരോധം അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല, എനിക്ക് സമയം ലഭിക്കാത്തത് കൊണ്ടാണ്. അപ്പൊ ഞാൻ ഫ്രീക്വന്റ് ആയിട്ട് അമ്പലങ്ങളിൽ പോകുന്ന ഒരു മനുഷ്യനുമില്ല. അപ്പൊ ഞാൻ പോയിട്ടുള്ളത് തന്നെ നമുക്ക് അവിടെ ഒരു ഭയങ്കര സമാധാനമുണ്ട്. പോസിറ്റിവിറ്റി എന്നുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് എനിക്കൊരു കാരണം അവിടെ വേറെ നോയ്സുകളൊന്നും ഇല്ല എന്നുള്ളതൊക്കെയാണ്. ഞാൻ വെരി പ്രാക്ടിക്കലി ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ് ആ കാര്യത്തിൽ, ദൈവങ്ങളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഈ ഒരു വിശ്വാസങ്ങളുടെ കാര്യത്തിലൊക്കെ. അപ്പൊ അമ്പലങ്ങളിൽ ഞാൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ട് അങ്ങേയറ്റം തോന്നുന്ന സമയത്ത്, അല്ലെങ്കിൽ എനിക്കൊരു സമാധാനമുള്ള ഒരു അന്തരീക്ഷം വേണം എന്ന് തോന്നുന്ന സമയത്തൊക്കെയായിരുന്നു ഞാൻ അമ്പലത്തിൽ പോയിട്ടുള്ളത്. അതല്ലെങ്കിൽ നമുക്ക് ഈ ചന്ദനം തൊടാൻ അല്ലെ കുറി തൊടാൻ അങ്ങനത്തെ ഒക്കെ ഒരു ആഗ്രഹങ്ങളൊക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെ ഞാൻ അമ്പലങ്ങളിൽ പോയിട്ടുള്ളൂ. ആക്ച്വലി ഈ ചന്ദനം തൊടുന്നതിന് അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുന്നതിന് അതിനൊക്കെ അതിൻ്റെതായ സയന്റിഫിക്കാലിറ്റികൾ ഉണ്ട്. പക്ഷെ ആ സയന്റിഫിക്കാലിറ്റികളെ പ്രചരിപ്പിക്കാതെ അതൊരു വിശ്വാസമായി പ്രചരിപ്പിച്ചതാണ് പ്രശ്നമായത്. പക്ഷെ അന്നത്തെ അവരെ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല, കാരണം അന്ന് അതിന്റെ സയന്റിഫിക്കാലിറ്റി പറഞ്ഞാൽ മനസ്സിലാക്കുന്ന ആളുകളല്ലായിരുന്നു. അതുകൊണ്ട് അതിനൊരു വിശ്വാസത്തിന്റെ ഇത് കലർത്തിക്കൊണ്ട്, ഞാൻ മുന്നത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട് ഈ പാലമരത്തിന്റെ താഴെ ഉറങ്ങുന്നതിനെ കുറിച്ചിട്ട്. പാലമരം കാർബൺ ഡൈ ഓക്സൈഡ് ഏറ്റവും കൂടുതൽ വോമിറ്റ് ചെയ്യുന്ന മരമാണ്. അതുകൊണ്ട് തന്നെ അതിന് അടിയിൽ കിടന്ന് തന്നെ മരിച്ചു പോകും മനുഷ്യൻ. അതുകൊണ്ട് പാലമരത്തിൽ പ്രേതങ്ങളുണ്ട് എന്ന് പറഞ്ഞു തുടങ്ങി. അപ്പൊ ആ ഒരു പ്രേതത്തെ പേടിയുള്ളത് കൊണ്ട് അവിടെ ആളുകൾ കിടന്നുറങ്ങാതെ ആവാൻ തുടങ്ങി. പക്ഷെ ഇപ്പോൾ എന്താണ്, ഇപ്പൊ പാലമരം എന്ന് പറഞ്ഞാൽ പാലമരത്ത് പ്രേതം ഉണ്ടെന്നാണ് പറയുന്നത്. ശരിക്കും പാലങ്ങളിൽ പ്രേതം ഉണ്ടായിട്ടല്ല, അതിന്റെ അടിയിൽ അധികം നേരം ഇരിക്കാൻ പാടില്ല. മനുഷ്യനെ സംബന്ധിച്ച് അത് ആരോഗ്യപരമായി നല്ലതല്ല. പക്ഷെ അന്നത്തെ ആളുകൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ലായിരുന്നു. അതുകൊണ്ട് അതിനെ ഈ ഒരു രീതിയിലേക്ക് മാറ്റി എന്നുള്ളതാണ്. പണ്ട് നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളോട് നമ്മൾ പറയും, സ്റ്റെപ്പൊക്കെ കയറുമ്പോൾ നമ്മൾ പറയും മുകളിൽ ഭൂതമുണ്ട്, കയറരുത് എന്ന് പറയും. മുകളിൽ ഭൂതം ഉണ്ടായിട്ടാണോ നമ്മളത് പറയുന്നത്? അല്ല, ഫിയർ എന്ന് പറയുന്നത് നമ്മളെ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ്, ഒരു പേടി. പക്ഷെ അങ്ങനെ ഫിയർ കൊടുക്കരുത്. ഒരിക്കലും നമ്മൾ ഒരാളെ അൾട്ടിമേറ്റ്ലി ഫിയറിലേക്ക് തള്ളിയിടരുത്. പക്ഷെ ചില പോയിന്റുകളിൽ നമുക്ക് അത് യൂസ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോൾ ആത്മഹത്യ തീരുമാനിക്കുകയാണ്, ചിലപ്പോൾ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു പോയിന്റ് അതിന്റെ വേദന സഹിക്കണം എന്നുള്ളൊരു പേടിയാണ്, അതല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർ എന്ത് ചെയ്യുന്നുള്ളൊരു ടെൻഷനാണ്, അല്ലെ? ഇത് നമ്മൾ പല കാര്യങ്ങളിൽ നിന്നും സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ഈ പേടിയെ ഓവർ യൂസ് ചെയ്തപ്പോ അവിടെ ഉണ്ടായി വന്നതാണ് ഇത്രയും ദൈവങ്ങൾ. എല്ലാവരും പറയുന്നത് ദൈവം എന്ന് പറയുന്നത് സർവ്വവ്യാപിയാണ്, ദൈവങ്ങൾ എല്ലായിടത്തും ഉണ്ട്, തൂണിലും തുരുമ്പിലും എല്ലാം ദൈവങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ ഈ ക്യാമറ നോക്കി പ്രാർത്ഥിച്ചാലും ദൈവങ്ങളുണ്ട്, അല്ലേ? അത് പറയുന്ന അതേ മനുഷ്യർ പറയുന്നു അമ്പലങ്ങളിൽ പോകണം, പള്ളികളിൽ പോകണം, മസ്ജിദുകളിൽ പോകണം എന്നും പറയുന്നു. അപ്പൊ അവർക്കേ ഒരു 2 വേർഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. അൾട്ടിമേറ്റ്ലി ഒരാളുടെ കാഴ്ചപ്പാടാണ് ദൈവം. ആരാണ് ദൈവം? എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് ഒരു വട്ടം പറയുണ്ടായി, ഒരു അമ്മൂമ്മ, വളരെയധികം കൃഷ്ണഭക്തിയായ ഒരു അമ്മൂമ്മ, അവര് മരിച്ചു പോവാന്ന് വിചാരിക്കും. മരിച്ചു പോയി അവരുടെ ആഗ്രഹപ്രകാരം സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ യേശു ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ തകർന്നു പോകും. ഇല്ലേ? തകർന്നു പോകും, സീരിയസ്ലി തകർന്നു പോകും. അത് ഞാൻ വളരെ കാര്യമായി ഞാൻ ചിന്തിച്ചൊരു പോയിന്റാണ്. ഒരു ദൈവമേ ഉള്ളൂ എന്ന് നമ്മളെല്ലാവരും പറയുന്നു. ആ ദൈവം യേശു ആണെങ്കിൽ എന്ത് ചെയ്യും അവര്? അത്തരത്തിൽ അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്. ഇപ്പൊ എന്റെ കോഴിയും മുട്ടയും പറഞ്ഞ പോലെ നമുക്ക് ഇതിന് ഉത്തരങ്ങളില്ല. അത് നമുക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് വിശ്വസിക്കാം എന്നുള്ളതാണ്.